ആത്മോപദേശശതകം ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പതിനേഴാം ശ്ലോകം. അഴലെഴുമഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്ക് തൂക്കിയാത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വൃത്തിയത്രേ. ഒരിക്കൽ കൂടി വായിക്കാം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്ക് തൂക്കിയാത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വൃത്തിയത്രേ. അഴലെഴും ചൂടുപരത്തി കത്തുന്ന അഞ്ചിതളാർന്ന് അഞ്ചു നാളങ്ങളോട് കൂടിയ രണ്ടു തട്ടായി രണ്ടു തട്ടുകളുള്ള ചുഴലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനാദി വിളക്ക് തൂക്കി, ആദിയില്ലാത്ത ഒരു വിളക്ക് തൂക്കി ആത്മാ ബോധസ്വരൂപനായ ആത്മാവ് നിഴലുരുവായി നിഴൽ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നെയ്യ് അതോ ഈ വിളക്കിനെരിയാനുള്ള നെയ്യാകട്ടെ മുൻ പഴകിയ വാസന, മുൻകാലങ്ങളിൽ ആർജിച്ച കർമ്മവാസനയാണ്. എരിയാനുള്ള തിരി വൃത്തിയത്രേ, ചിത്തസങ്കല്പങ്ങൾ തന്നെയാണ്. ചൂടുപരത്തി കത്തുന്ന അഞ്ചു നാളങ്ങളോട് കൂടിയ രണ്ടു തട്ടുകളുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിയില്ലാത്ത ഒരു വിളക്ക് തൂക്കി ബോധസ്വരൂപനായ ആത്മാവ് നിഴൽ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിളക്കിന് എരിയാനുള്ള നെയ്യാകട്ടെ മുൻകാലങ്ങളിൽ ആർജിച്ച കർമ്മവാസനയാണ്. എരിയാനുള്ള തിരി ചിത്തസങ്കല്പങ്ങൾ തന്നെയാണ്. നിഴലുരുവായെരിയുന്നു. ആത്മപ്രതിബിംബം മൂന്ന് ശരീരങ്ങളേന്തി ചലിക്കുന്ന സംസാരഗതിയെ മനോഹരമായ ഒരു രൂപകൽപ്പനയിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഗുരുദേവൻ. ആത്മാവ് കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം എന്നീ മൂന്ന് ഉപാധികളെ ആശ്രയിച്ചാണ് പ്രപഞ്ച അനുഭവം ഉളവാക്കുന്നത്. ഗാഠനിദ്രയിൽ ആത്മാവിന് അനുഭവപ്പെടുന്ന ഇരുണ്ട മറയാണ് കാരണശരീരം. ഉറക്കത്തിൽ സ്ഥൂലശരീരവും സൂക്ഷ്മശരീരവും വിസ്മരിക്കപ്പെടുന്നു. ഒരിരുളിൻ്റെ രൂപത്തിലുള്ള കാരണശരീരവും അതിലൊളിഞ്ഞിരിക്കുന്ന ആത്മാവും മാത്രം അവശേഷിക്കുന്നു. ഈ കാരണശരീരമാണ് ആത്മാവിനെ മൂടുന്ന അജ്ഞാനമറ. ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രവർത്തനം നിശ്ശേഷം നിലയ്ക്കുന്നു. ഈ കാരണശരീരത്തെയാണ് ശ്ലോകത്തിൽ നിഴലുരു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിളക്കു കത്തുമ്പോൾ ചുവട്ടിൽ നിഴൽ പതിക്കുക സാധാരണമാണല്ലോ. അങ്ങനെ അടിയിൽ തമോമയമായ നിഴൽ നിലനിർത്തിക്കൊണ്ടെരിയുന്ന ഈ സംസാര വിളക്കിന് എരിയുന്ന രണ്ടു തട്ടുകളുണ്ട്. അങ്ങനെ അടിയിൽ തമോമയമായ നിഴൽ നിലനിർത്തിക്കൊണ്ട് എരിയുന്ന ഈ സംസാര വിളക്കിന് എരിയുന്ന രണ്ടു തട്ടുകളുണ്ട്. അവയാണ് സൂക്ഷ്മശരീരവും സ്ഥൂലശരീരവും. സൂക്ഷ്മങ്ങളായ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണന്മാരും ബുദ്ധിയും മനസ്സും ചേർന്നതാണ് സൂക്ഷ്മശരീരം. മാംസാസ്ഥിമയമായതാണ് സ്ഥൂലശരീരം. സ്ഥൂലശരീരത്തിൽ എന്ന പോലെ സൂക്ഷ്മശരീരത്തിലും ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്വപ്നാവസ്ഥയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചനുഭവിക്കാൻ കഴിയുന്നത്. സൂക്ഷ്മശരീരത്തിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തന രംഗമാണ് സ്വപ്നം. സ്ഥൂലശരീരത്തിൻ്റെ പ്രവർത്തന രംഗം ഉണർന്നിരുന്ന് ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രതാണ്. സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട്
ഉണ്ടായി മറയുന്ന ശരീരങ്ങളാണ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. അതുകൊണ്ടാണ് ഇവയെ ചുഴലുന്ന വിളക്കിൻ്റെ എരിയുന്ന 2 തട്ടുകളായി കൽപ്പിച്ചിരിക്കുന്നത്. ജീവിതം അഥവാ സംസാരം തന്നെയാണ് വിളക്ക്. അതിലെ എരിയുന്ന 2 തട്ടുകൾ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ. ഈ തട്ടുകളിലെ അഴലെഴുന്ന 5 ഇതളുകൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളും പ്രാണന്മാരുമൊക്കെ ഉണ്ടെങ്കിലും അറിവിനെ സമാഹരിച്ച് ജ്വലിക്കുന്ന ഇതളുകൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രമാണ്. ഇന്ദ്രിയജന്യങ്ങളായ അറിവുകൾ ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ദുഃഖദായകങ്ങളായതുകൊണ്ടാണ് അഴലെഴും 5 ഇതൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്നിയുടെ സ്ഥാനത്താണ് ആത്മാവ്. ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ള വാസനയാണ് എണ്ണ. അന്തഃകരണത്തിൽ പൂർവജന്മാർജിതങ്ങളായി അടിഞ്ഞുകിടക്കുന്ന രാഗദ്വേഷങ്ങളാണ് മുൻ പഴകിയ വാസന. സങ്കല്പങ്ങൾ തിരികളും. വാസനയിൽ നിന്നാണ് സങ്കല്പങ്ങൾ പൊന്തുന്നത്. എണ്ണയിൽ നിന്നും തിരികൾ നീങ്ങി വരുന്നത് പോലെ ആ തിരികളിൽ അഗ്നിയുടെ സ്ഥാനത്തുള്ള അറിവാകുന്ന ആത്മാവ് പ്രകാശിച്ച് ചൂടുണ്ടാക്കുന്നു, അതായത് ദുഃഖിക്കുന്നു. അതുകൊണ്ടാണ് എരിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി 5 നാളങ്ങളാണ്. 5 നാളങ്ങളായി പിരിഞ്ഞാണ് ഈ തിരികൾ എരിയുന്നത്. എണ്ണയുടെ ഗുണമനുസരിച്ചാണ് തിരിയുടെ പ്രകാശം. പലതരം എണ്ണകളിൽ കത്തുന്ന തിരികൾക്ക് പലതരം പ്രകാശങ്ങളാണ് കാണപ്പെടുക. അതുപോലെ വാസനകളുടെ സ്വഭാവമനുസരിച്ചാണ് സങ്കല്പങ്ങൾ പ്രകാശിക്കുന്നത്. സദ്വാസനകളാണെങ്കിൽ സത്സങ്കല്പങ്ങൾ, ദുർവാസനകളാണെങ്കിൽ ദുസ്സങ്കല്പങ്ങൾ. ഇതാണ് നിയമം. ഈ വിളക്ക് എന്നാണ് എരിയാൻ തുടങ്ങിയതെന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് അനാദി വിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യന്തം സൂക്ഷ്മവും മനോഹരവുമായ ഈ രൂപകൽപ്പനയിൽ കൂടി ജീവിതത്തിൻ്റെ പൂർണ്ണ ചിത്രമാണ് വരച്ചു കാട്ടിയിരിക്കുന്നത്. ഈ കൽപ്പന വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഉപമേയങ്ങളെ കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ആത്മാവാകുന്ന അഗ്നി ദുഃഖത്തിൽ കൂടി അഴൽ നൽകുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 ഇതളുകളുള്ള സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളാകുന്ന 2 തട്ടുകളോടുകൂടി കാരണശരീരമാകുന്ന നിഴലും പേറി പഴകിയ വാസനയാകുന്ന എണ്ണയൊഴിച്ച് സങ്കല്പങ്ങളാകുന്ന തിരിനീട്ടി അനാദിയായി ചുഴന്നുകൊണ്ടിരിക്കുന്ന സംസാരമാകുന്ന വിളക്കു തൂക്കി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സംസാരദീപത്തെ പ്രകാശമാനമാക്കി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ് സകലരിലും സദാ ഞാൻ എന്നിങ്ങനെ പ്രത്യക്ഷമായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ത്? ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.